അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ ഫ്രൂട്ട്സിൻ്റെ തോട്ടത്തേക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊരു വീഡിയോ എടുത്തതാട്ടോ. എല്ലാവർക്കും കാണാനും കഴിക്കാനും ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. ഇത് എന്താ ബാലിച്ചാമ്പേ, അങ്ങനെ വലിയൊരു ചാമ്പയാണ്, മൂസച്ചാമ്പ എന്ന് പറയുന്നേക്കാം. അങ്ങനെ പലതിനും പല പേരുകൾ പറയുന്നേക്കാം. അങ്ങനെ എന്തോ ഒരു ഇതിൽപ്പെട്ടൊരു ചാമ്പയാണ്, വലിയ ചാമ്പ കേട്ടോ. കഴിക്കാൻ നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ മഴ ഒരു ഫസ്റ്റ് തുടങ്ങിയ മഴ സമയത്താട്ടോ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് അപ്പോൾ കുറച്ചായിക്കണു. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, ചെറിയ തിരക്കും കാര്യമായിട്ട്. അപ്പോൾ ഞാൻ അധികം ആവണീൻ്റെ അപ്പോൾ ഒക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. മഴ വരാൻ തുടങ്ങിയപ്പോൾ ഇതിന് ചെറിയ പുഴുവിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചാമ്പ കേട്ടോ. അപ്പോൾ കണ്ടു എല്ലാം ഞാൻ പൈക്കണീൻ്റെ അപ്പോൾ ഫുള്ള് പറിച്ചെടുത്തു. പക്ഷെ നല്ല മധുരം നല്ല കാമ്പുള്ള ഒരു ചാമ്പക്കാണ്, വലിയ ചാമ്പക്ക വരൂലേ, ഈ മാർക്കറ്റിലൊക്കെ കാണാം, സൂപ്പർ മാർക്കറ്റിൽ കൂടെ ഒക്കെ കണ്ടില്ല, ആ സെയിം ചാമ്പക്ക തന്നെ. ഇതിൻ്റെ കളർ ഇത് നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട്. ഇത് കഴിക്കാൻ തന്നെ നമ്മൾ കഴിച്ച ഒന്നോ രണ്ടെണ്ണോ കഴിച്ചാൽ വയറ് നിറയും, അത്രയ്ക്ക് വലിയ സൈസാണ്. പിന്നെ അത് നിൽക്കണ കാണുമ്പോഴല്ല നല്ല കളർഫുൾ, നല്ലൊരു പിങ്ക്, ഇങ്ങനെ റെഡ് കളറായിട്ടുള്ളൊരു പിങ്ക്, നല്ല ഭംഗിയാണ്. പിങ്ക് എന്ന് പറഞ്ഞാൽ ഡാർക്ക് മെറൂണിലല്ല കേട്ടോ, ഇതേപോലെ ലൈറ്റ് ഒരു പിങ്ക് പോലത്തെ നിൽക്കണ അങ്ങനത്തെ തന്നെ. ഇത് കഷ്ണം വെട്ടി കഴിഞ്ഞാൽ നല്ല കാമ്പുണ്ട് കണ്ടോ, നല്ല മധുരമാണത്. അപ്പോൾ ആരെങ്കിലും വെക്കാത്തവരുണ്ടെങ്കിൽ ഒരു തൈ വെക്കണം നല്ലതാണ്. പിന്നെ എന്താ വെച്ചാൽ പൊതുവെ ചാമ്പക്കക്ക് മഴ തട്ടിയാൽ പുഴു വരും, പിന്നെ പുഴുവിൻ്റെ ശല്യം കൂടുതലാണ് അതിന്. ഓരോ സമയത്തും പറിച്ച പിന്നെ ചാമ്പക്ക കേട്ടോ, ഓരോ സമയത്ത് ഇതിങ്ങനെ നമ്മൾ കേടുവരാൻ തുടങ്ങിയപ്പോൾ നമ്മളത് നല്ലോണം ആവണേൻ്റെ അപ്പോൾ ഫുള്ള് പറിച്ചു. ഉണ്ടോ, നല്ല ഉണ്ടോ, കാണാൻ നല്ല ലുക്കാണല്ലോ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പറിക്കാനേ തോന്നും, കഴിക്കാനും തോന്നും, അത്രയ്ക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ചാമ്പൻ്റെ ഒരു പിന്നെ ഭംഗിയുള്ളൊരു ചാമ്പയാണിത്. ഇത് കൂടുതൽ പിന്നെ കളർ വെക്കാൻ ഞാൻ നിർത്തിയിട്ടില്ല കേട്ടോ. ചാമ്പൻ്റെ പൊതുവേ ഉള്ളൊരു കേടുണ്ടല്ലോ, ഒരു പുഴുക്കേട്, അത് ഇതിനുണ്ട്. ഇത് ഞാൻ അങ്ങനെ ഫുള്ള് പിന്നെ പഴുപ്പാണ് ഇതിൻ്റെ മുമ്പ് പറിച്ചിട്ട്, അത് അത്യാവശ്യം പിന്നെ പഴുത്തിട്ടില്ലല്ലോ, അപ്പോൾ ഒരു പച്ച കളറുണ്ടോ. അപ്പോൾ അത് കാരണം ഇതൊന്നും അത്യാവശ്യം മൂക്കാതെ കുറേ പറിച്ചിരിക്കണം, പുഴുവിൻ്റെ ശല്യം കാരണം. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടോ നല്ല കാമ്പുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചാമ്പയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പുഴുണ്ടോ നോക്കിയിട്ട് കൊടുക്കണം. പിന്നെ ഇതിലെല്ലാം ഇതിനപ്പോൾ ഈ പറിച്ചിലൊന്നും പുഴുവില്ല കേട്ടോ, നമ്മൾ മഴ വരുന്നതിൻ്റെ മുമ്പ് ഫുള്ള് പറിച്ചതുകൊണ്ട് പിന്നെ പുഴുക്കേടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ പിന്നെ ഇത് പറിച്ചപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്താൽ ഞാൻ ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ നെറ്റ് കെട്ടിയിട്ടേ ഉള്ളിൽ അങ്ങനെ പിന്നെ എൻ്റെ ക്യാമറ ഇട്ടിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്താൽ ഫുള്ള് അതിന് വീഡിയോ കാണാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ കിളികൾ വന്ന് കൊത്തുകയാണ്, അപ്പോൾ അത് കാരണം ഞാൻ നെറ്റ് കെട്ടിയതാണ്. ഇങ്ങനെ ഇതേപോലെ നല്ലത് എല്ലാവരും വീട്ടിലുണ്ടാവും. ഇത് നമ്മൾ നാടൻ ചാമ്പൊക്കെ നിൽക്കണ പോലെ തന്നെ ഇങ്ങനെ ഇതേപോലെ ഒരു കൊലമ വലിയ കുറേ ഒരു കൂട്ടായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും, അങ്ങനെ തന്നെയാണത്. പിന്നെ കുറേ താഴെ കൊഴിഞ്ഞു പോയി, മൂക്കാതിൻ്റെ മുമ്പേ കുറേ കൊഴിഞ്ഞു പോയി. പിന്നെ നല്ല ചൂടായിരുന്നില്ല, ചൂടിൻ്റെ ഇടയിൽ ഇടയ്ക്കൊരു മഴ പെയ്തുകൊണ്ട് പിന്നെ പുഴുവിൻ്റെ ശല്യം കൂടുതലായിരുന്നു. ഞാൻ ഇതേപോലെ കുറേ പറിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നോക്കുമ്പോൾ പിന്നെ രണ്ടാമത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഫുള്ള് പുഴു, ഭയങ്കര സങ്കടം തോന്നും. അപ്പം തന്നെ കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാനിങ്ങനെ എടുത്ത് വെച്ചാൽ അതിൽ പുഴു വരുമോയെന്ന് എനിക്കറിയില്ല, എൻ്റെ അനുഭവം വെച്ചിട്ട് അതിൽ പുഴു വന്നു എനിക്ക്. അങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ എല്ലാത്തിലും പുഴു. ഞാൻ ഫ്രഷായിട്ട് പറിച്ചു കൊടുന്നതിൽ പുഴുവില്ല കേട്ടോ, കാണാൻ തന്നെ നല്ല ലുക്കലുണ്ടോ. അങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ ഓരോന്ന് കുറച്ച് ഇങ്ങനെ പറിച്ചു കൊണ്ടും പറിച്ചു കൊടുത്ത കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്കും ഇഷ്ടമാണ് കേട്ടോ. നല്ല ഒരു കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മധുരമാണിതിൽ, ഓവർ മധുരമല്ലാതെ. പിന്നെ കുറേ വെള്ളത്തിൻ്റെ അംശം വളരെ കുറവാട്ടോ. നമ്മൾ സാധാരണ നാടൻ ചാമ്പക്കൊക്കെ വെള്ളം കൂടുതലാണല്ലോ, ഇതിന് വെള്ളം കുറവാണ്. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ പറിച്ചു തരും. പിന്നെ ഉണ്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ. ഇത് ശരിക്കും ഒന്നും കൂടി മൂക്കാനുണ്ട്. ഇതേപോലെ ഞാൻ എല്ലാം പറിച്ചിട്ട് ഇതേപോലെ കവറിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഈ കവറിലത്തെ ഫുള്ള് പുഴുക്കേട്, ഭയങ്കര സങ്കടം കണ്ടോ. എത്രയും എടുത്തിട്ട് കട്ട് ചെയ്തിടുമ്പോൾ കുറച്ച് മാത്രം അതിന് കിട്ടുക. കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അവർക്ക് വേണ്ടി എടുത്ത് വെച്ചാൽ പിന്നെ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഫുള്ള് കാണാനൊരു കേടുമില്ലല്ലോ, ഫുള്ള് കംപ്ലൈൻറ്റ്. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഫെബിന അഷ്റഫിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.